കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ അധ്യയന വർഷത്തിലെ കലണ്ടർ വിവാദത്തിൽ. ശ്രീനാരായണ ഗുരു സമാധി ദിനമായ സെപ്റ്റംബർ 21 അവധിയായി രേഖപ്പെടുത്താതെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കലണ്ടർ പുറത്തിറക്കിയിരിക്കുന്നത്. റിയാസ് KMR വിവരങ്ങളുമായിട്ട് ചേരുന്നു. റിയാസ് KMR, ഇതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനം എന്ന് പറയുന്നത് കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർക്ക് ഈ ദിവസം വലിയ വികാരപരമായ പ്രാധാന്യമുള്ള ഒന്നാണ്. തത്വചിന്താപരമായും ദാർശനികമായും ഒക്കെ വലിയ പ്രാധാന്യമുള്ളൊരു ദിനമാണ്. ആ ദിനം പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയ അധ്യയന വർഷത്തിലെ കലണ്ടറിൽ അവധി ദിവസമായി രേഖപ്പെടുത്താതെ പോകുന്നത് ഇതാദ്യമായിട്ടാണ് ഈ പിഴവ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? തീർച്ചയായും ഇതിൽ വലിയ പിഴവാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ പുതിയ അധ്യയന വർഷത്തിലെ കലണ്ടറിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് സെപ്റ്റംബർ 21 നമുക്കറിയാം. സെപ്റ്റംബർ 21 എന്ന് പറയുന്നതിനേക്കാൾ മലയാള മാസം കന്നി 5 ശ്രീനാരായണ ഗുരുദേവൻ മഹാസമാധി അടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും കന്നി 5 വരുന്ന ദിവസം കൃത്യമായി സർക്കാരിന്റെ കലണ്ടറുകളിൽ അത് രേഖപ്പെടുത്താറുണ്ട്. ഇത്തവണയും സംസ്ഥാന സർക്കാർ അതിന്റെ കലണ്ടർ നേരത്തെ തന്നെ പുറത്തിറക്കിയപ്പോൾ അത് 21 എന്നുള്ളത് ചുവന്ന അക്കത്തിൽ തിങ്കളാഴ്ച, സെപ്റ്റംബർ 21 തിങ്കളാഴ്ച ചുവന്ന അക്കത്തിൽ മഹാസമാധി ദിനം അവധിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2026-27 വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടർ പുറത്തിറക്കി. ആ പുതിയ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 21 പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അവധിയല്ല എന്ന രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കറുത്ത അക്കത്തിൽ, സാധാരണ ദിനങ്ങൾ വരുന്നത് പോലെ കറുത്ത അക്കത്തിൽ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മനഃപൂർവ്വമാണോ എന്നുള്ളതാണ് സംശയിക്കുന്നത്. കാരണം ശ്രീനാരായണ ഗുരു സമാധി ദിനം എന്ന് പറയുന്നത് സാധാരണ ഈ ബാങ്ക് അവധിയാണ്, പൊതു അവധിയാണ്. അപ്പോൾ വിദ്യാലയങ്ങൾക്കും കലാലയങ്ങൾക്കും എല്ലാം തന്നെ അവധി നൽകി വരുന്നത് തുടർച്ചയായി നടക്കുന്ന ഒരു കാര്യമാണ്. അത് ശ്രീനാരായണ ഗുരുദേവനോടുള്ള ഒരു ആദരവായിട്ടാണ് അങ്ങനെ കണക്കാക്കുന്നത്. പുതിയ സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇതൊരു ആക്ഷേപമായി ചൂണ്ടിക്കാണിക്കുന്നവർ ഉന്നയിക്കുന്ന ആരോപണം. അത് അവധി നൽകാതിരിക്കാനുള്ള പുതിയ സർക്കാരിന്റെയോ പുതിയ വിദ്യാഭ്യാസ വകുപ്പിന്റെയോ തന്ത്രമാണോ എന്ന് അവർ സംശയിക്കുന്നുണ്ട്.